നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുബായ് ഒരു സുന്ദരവും സുരക്ഷിതവുമായ നഗരമാണ്. അതുകൊണ്ട് തന്നെയാണ് ദുബായിയെ സ്നേഹിക്കാത്ത പ്രവാസികളില്ല, പ്രവാസികളെ നെഞ്ചോട് ചേർക്കാത്ത ദുബായിയും. എന്നാൽ പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ്. ലോകത്തിലാകെ ഭീതി പടർത്തിയ കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനെയും അതോടൊപ്പം തന്നെ ചൈനയെയും നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് ദുബായ്. രാഷ്ട്രപതി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ UAE കാണിച്ച ശക്തമായ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം കുറിച്ചത് തന്നെ. ലോക ജനത ഒന്നാകെ മുന്നിട്ട് നിൽക്കണമെന്ന ഒരു സന്ദേശത്തെ തന്നെയാണ് ദുബായ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. പലപ്പോഴും പല രാജ്യങ്ങൾക്കായും ദുബായിയുടെ സ്വന്തം അമ്പരചുംബിയായ ബുർജ് ഖലീഫയിൽ തിരികൾ തെളിഞ്ഞിരുന്നു. എന്നാൽ ഇത്തരം കാഴ്ച ഹൃദയഭേദകം തന്നെയാണ്. കൊറോണ വൈറസ് ഭീതിയിൽ അതിന്റെ ഉത്ഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാൻ നഗരം മൂലം ചൈനയാകെ പ്രേതാലമായി മാറിയിരിക്കുകയാണ്. ചൈനയെ ലോകം മുഴുവൻ ഭീതിയോടെ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശത്തെ മുൻനിർത്തി ബുർജ് ഖലീഫയിൽ തിരികൾ തെളിഞ്ഞു. മനുഷ്യ മനസാക്ഷിയെ തന്നെ ഒന്നടങ്കം കീറിമുറിച്ച് കണ്ടുനിന്നവരുടെ കണ്ണുകൾ പോലും അറിയാതെ നിറഞ്ഞൊഴുകി എന്ന് തന്നെ പറയാം. കണ്ടുനിന്നവർ അവർക്കായി പ്രാർത്ഥനകൾ സമർപ്പിച്ച് കടന്നുപോയി. ഒപ്പം ബുർജ് ഖലീഫയിൽ മാത്രമല്ല, ദുബായിലെ പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരം കാഴ്ചകളാണ് നിറഞ്ഞത്. ചൈനീസ് ലിപികളും ഒപ്പം ഇംഗ്ലീഷ് പരിഭാഷയും ചേർത്തുകൊണ്ട് ലോകജനതയെ മുൻനിർത്തി കുറച്ചുനേരം അവർക്കായി സമർപ്പിക്കാൻ ദുബായ് കാണിച്ചത് അവിടുത്തെ ഭരണാധികാരികളുടെ സ്നേഹവും ഒപ്പം മനുഷ്യത്വവും തന്നെയാണ്. മാനുഷിക സമീപനത്തിൽ നിന്നും സൗഹൃദ സർക്കാരിനും ജനങ്ങൾക്കും എല്ലാത്തരം പിന്തുണയും നൽകാനുള്ള സന്നദ്ധയുമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ട്, അതിന്റെ വ്യാപനം തടഞ്ഞുകൊണ്ട് വിജയിക്കാൻ ചൈനയും അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിക്കുക. പുതിയ കൊറോണ വൈറസിന്റെ വ്യാപനത്തെ നിയന്ത്രിക്കാനും ചൈനയ്ക്ക് കഴിയുമെന്ന് UAE ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വെളിച്ചമാണ് ദുബായ് ലോക ജനതയ്ക്ക് മുന്നിൽ കാഴ്ചവെച്ചത് തന്നെ. കൊറോണ വൈറസ് ബാധിച്ചു 361 പേർ മരിച്ചതായി ചൈന റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2729 പുതിയ കേസുകൾ കൂടി വന്നപ്പോൾ 17,205 ഇപ്പോൾ ചൈനയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 17,205 മാറി. ക്യാപിറ്റൽ ഗേറ്റ്, അബുദാബി ഗ്ലോബൽ മാർക്കറ്റ്, എമിറേറ്റ്സ് പാലസ്, അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ബ്രിഡ്ജ്, ദുബായിലെ ബുർജ് അൽ അറബ്, അൽ ഐനിലെ ഹസാ ബിൻ സായിദ് സ്റ്റേഡിയം എന്നിവ ചൈനീസ് ദേശീയ പതാക കൊണ്ട് അലങ്കരിച്ചിരുന്നു. ശരിക്കും ഇതൊക്കെയല്ലേ മാനസികമായി ഒരു രാജ്യത്തെ പിന്തുണയ്ക്കായി കാണിക്കേണ്ടത്? ദുബായ് സുരക്ഷിതവും സുന്ദരവും എന്ന പോലെ തന്നെ തികച്ചും മാതൃകാപരവും തന്നെയാണ്. ലോകത്തിനു മുന്നിൽ ഒരു വഴികാട്ടി കൂടിയാണ് ദുബായ്. ഇത് തികച്ചും ചൈനയ്ക്ക് മാനസികപരമായ പിന്തുണ തന്നെയാണ്. അവർ ഉയർത്തെഴുന്നേൽക്കും. ഈ കൊറോണയെ ഭേദിച്ച് പുതിയ ജനതയായി അവർ ഇനിയും എത്തും. അവർക്ക് കൈത്താങ്ങായി ഞങ്ങളും ഉണ്ടാകും എന്ന സന്ദേശം തന്നെയാണ് ദുബായ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനാൽ തന്നെയാണ് ലോക ജനത ദുബായിയെ ഉറ്റുനോക്കുന്നതും മനുഷ്യത്വമുള്ള ഒരൊറ്റ രാജ്യമായി അതിനെ കണക്കാക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് പ്രവാസികൾ ഏവരും ദുബായിയെ അത്രത്തോളം സ്നേഹിക്കുന്നതും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.